വാട്സാപ്പിൽ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളാണ് പുതിയ അപ്ഡേറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസം കൂടി നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വാട്സാപ്പിലൂടെ ഒരുപാട് ഫോട്ടോസുകൾ അല്ലെങ്കിൽ പോസ്റ്ററുകളൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് റീപ്ലൈ കൊടുക്കുന്നത് നമ്മൾ സാധാരണ അതൊന്ന് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ അതൊന്ന് വലതുവശത്തേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് അടിയിൽ നമുക്ക് എന്താണ് എഴുതേണ്ടത്, എന്താണ് റീപ്ലൈ കൊടുക്കേണ്ടത്, അങ്ങനെയായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും ഇമോജി കൊടുക്കണമെങ്കിൽ ഇമോജിയുടെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിന് ഇമോജികൾ കൊടുക്കാനും സാധിക്കും. എന്നാൽ ഇപ്പോൾ വന്ന പുതിയ അപ്ഡേറ്റിൽ ആ ഒരു ബാനറിൽ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ താഴെ തന്നെ വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ വാട്സപ്പിൽ ഞാൻ ഈ കാണിക്കുന്ന അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഈ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. നമുക്ക് ഏതാണ് ആ ഒരു ഫീച്ചർ, എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്നൊക്കെ നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൺ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരാൾക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. നമുക്ക് എന്താണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. ഞാനിപ്പോൾ ഫോട്ടോ ഇവിടെ സെൻഡ് ചെയ്യാണ്. ഇവിടെ ഈ ഒരു പിന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഗാലറി ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്നും ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാണ്. ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു, ഇവിടെ സെൻഡ് കൊടുത്തു. ഓക്കെ, ഇനി ലഭിക്കുന്ന വ്യക്തി, ഇപ്പോൾ എൻ്റെ മറ്റൊരു വാട്സപ്പിൽ തന്നെയാണ് ഞാനിപ്പോൾ സെൻഡ് ചെയ്തത്. ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഫോട്ടോ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഫോട്ടോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഒന്നും വന്നിട്ടില്ല. ഇത് പഴയ വാട്സപ്പാണ്, അതായത് പുതിയ അപ്ഡേറ്റ് ചെയ്ത വാട്സപ്പ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണുക. അപ്പോൾ നിങ്ങൾക്കിത് റീപ്ലൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് ഇമോജികളും ഇതിൻ്റെ കൂടെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇമോജിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഇമോജികൾ ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെയധികം എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് വന്ന ഈ ഒരു ഇമേജ് ഞാൻ അദ്ദേഹത്തിന് തന്നെ തിരിച്ചയക്കാണ്. ആ വാട്സപ്പിൽ കാണുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇത് തിരിച്ച് അദ്ദേഹത്തിന് തന്നെ ഞാൻ അയച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സെൻഡായി. ആദ്യം എനിക്ക് വന്നത് ഇതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. ഈ വാട്സപ്പിൽ എനിക്ക് അപ്ഡേറ്റ് വന്നിട്ടുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ അയച്ച ആ ഒരു വ്യക്തി, അതായത് ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്, ആ ഒരു വാട്സപ്പ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത വാട്സപ്പ് ഇവിടെയുണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇപ്പം വാട്സപ്പിൽ ഞാൻ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ എനിക്ക് വന്ന ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തു. ഇവിടെ നിന്ന് തന്നെ നമുക്ക് റീപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ, ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാൻ സാധിക്കും റീപ്ലൈ, അതുപോലെ തന്നെ ഇമോജിയുടെ ഐക്കൺ. റീപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇമോജിയാണ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇമോജിയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണ് ഇമോജി ഇതിന് കൊടുക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇപ്പോൾ രണ്ട് വാട്സപ്പും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇപ്പോൾ പുതിയ ഫീച്ചറിലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫീച്ചറുകളൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാട്സപ്പിൽ ഇങ്ങനെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.